ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനം എന്ന വിഷയത്തിലെ പരീക്ഷാ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കുമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മറ്റു കൂട്ടുകാർ കൂടി എന്ത് ചെയ്യുക, വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങളുടെ എക്സാമിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടീച്ചർ ആദ്യം ഇംഗ്ലീഷിലാണെങ്കിൽ ക്വസ്റ്റ്യൻസ് പറയാം, അതിനുശേഷം മലയാളത്തിലും പറയാം കേട്ടോ. നോക്കൂ മക്കളെ, ആക്ടിവിറ്റി 1 ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ. ദി പിക്ചർ ഷോസ് ദി സീൻസ് ജീവൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സോ വൈൽ വിസിറ്റിംഗ് എ വാട്ടർ ബോഡി നിയർ ദി സ്കൂൾ അലോങ് വിത്ത് ദ ടീച്ചർ. എന്താണ് മക്കളെ ആദ്യത്തെ പ്രവർത്തനം? കരയിലും വെള്ളത്തിലും എന്നതാണ് അല്ലേ. നമുക്കവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്തിൻ്റെ പിക്ചറാണ്? നമ്മുടെ ജീവനും അവൻ്റെ കൂട്ടുകാരും കൂടി ടീച്ചറോടൊപ്പം സ്കൂളിനടുത്തുള്ള ഒരു ജലാശയത്തിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ പിക്ചർ ആദ്യം നന്നായിട്ട് നോക്കുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, മക്കൾക്കുള്ള ചോദ്യം ഇതാണ്: ക്ലാസിഫൈ plants and animals in your locality based on the characteristics of the dwelling place. അതായത് നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 3 കോളങ്ങളിലായിട്ടാണ് ലിവിങ് ഓൺ ലാൻഡ്, അതായത് കരയിൽ വസിക്കുന്നവ; ലിവിങ് ഇൻ വാട്ടർ, ജലത്തിൽ വസിക്കുന്നവ; ലിവിങ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, അതായത് കരയിലും ജലത്തിലും വസിക്കുന്നവ എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. മക്കൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു പിക്ചർ യൂസ് ചെയ്യുക കേട്ടോ. അതിലൊരുപാട് മൃഗങ്ങളുടെ പിക്ചറൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളത് മക്കൾക്ക് സെലക്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതിയാവും കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ആദ്യം നമുക്ക് ലിവിങ് ഓൺ ലാൻഡ് നോക്കാം അല്ലേ. കരയിൽ വസിക്കുന്നവ, അവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? തെങ്ങെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണുള്ളത് മക്കൾ നോക്കിക്കേ? മുയൽ, അതുപോലെ തന്നെ കൊക്ക് അല്ലേ, അത് രണ്ടും നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റാബിറ്റ്, അതുപോലെ ക്രെയിൻ അല്ലേ. പിന്നെ ജലത്തിൽ വസിക്കുന്നവ ഏതൊക്കെയാണ്? മീൻ, അതുപോലെ മക്കൾക്ക് താമര ഉൾപ്പെടുത്താം കേട്ടോ. അടുത്തത് കരയിലും ജലത്തിലും വസിക്കുന്നവ ഏതൊക്കെയാണ്? ആമ, തവള അല്ലേ, ടോട്ടോയിസും അതുപോലെ തന്നെ ഫ്രോഗും. അപ്പോൾ ഇതേ രീതിയിൽ മക്കൾക്ക് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അഡാപ്റ്റേഷൻസ് ഹെൽപ്സ് എ ഡക്ക് ടു മൂവ് ഇൻ വാട്ടർ ആൻഡ് ഓൺ ലാൻഡ് ആൻഡ് ക്യാച്ച് ഇറ്റ്സ് പ്രേ? എന്താണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്? താറാവിന് കരയിലും ജലത്തിലും സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും സഹായകമായ അനുകൂലനങ്ങൾ എന്തെല്ലാം എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്തൊക്കെയാണ് മക്കളെ നോക്കിക്കേ? അതിന് എന്തുണ്ട്? വിരലുകൾ എങ്ങനെയാണ്? ചർമ്മബന്ധിതമായിട്ടുള്ള വിരലുകളാണ് അല്ലേ. അതുപയോഗിച്ച് അതിനെന്ത് ചെയ്യാനായിട്ട് പറ്റും? വെള്ളത്തിൽ തുഴഞ്ഞു പോകാനായിട്ട് പറ്റൂ അല്ലേ. അടുത്തത് ചെളിയിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ ഇര പിടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള പരന്ന കൊക്കാണ് നമ്മുടെ താറാവിനുള്ളത് അല്ലേ. പിന്നെയോ അതിന് ശരീരം എങ്ങനെയാണ്? അതിൻ്റെ തൂവലുകൾ എങ്ങനെയാണ്? എണ്ണമയമുള്ള തൂവലുകളാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം? വെബ്ഡ് ഫീറ്റ്, അതുപോലെ തന്നെ ഫ്ലാറ്റ് ബീക്ക്, പിന്നെ അതുപോലെ തന്നെ ഓയിൽ കോട്ടഡ് ഫെദർ എന്ന് നമുക്ക് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഡക്കിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ, താറാവിൻ്റെ അനുകൂലനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൂട്ട് ആൻഡ് വെയിൻ. നെയിം ദി റൂട്ട് സിസ്റ്റം ഇൻ ദി പിക്ചർ. അതായത് വേരും സിരയും എന്നതാണ് അടുത്തൊരു പ്രവർത്തനം. ചിത്രത്തിലുള്ള വേരുപടലത്തിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തതിൻ്റെ പേരെന്താണ് മക്കളെ? താഴ്വേര് പടലമാണ് അല്ലേ. അടുത്തതോ നാരുവേര് പടലമാണ് അല്ലേ. ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലേ. താഴ്വേരെന്ന് പറഞ്ഞാൽ ടാപ്പ് റൂട്ട് സിസ്റ്റം, നാരുവേര് പടലം എന്ന് പറഞ്ഞാൽ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. നമുക്കവിടെ കുറച്ച് പ്ലാന്റ്സിനൊക്കെ പേര് തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ചില്ലി, ബാംബോ, ജാക്ക് ഫ്രൂട്ട് ട്രീ, കോക്കനട്ട് ട്രീ, മാംഗോ ട്രീ, അർക്കാനട്ട് പാം അല്ലേ. ക്ലാസിഫൈ ദി പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു ദി വെനേഷൻ ഓഫ് ലീവ്സ് ആൻഡ് ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽസ്. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻസ്? നമുക്ക് ഏതൊക്കെ സസ്യങ്ങളുടെ പേരുകളാണ് അവിടെ തന്നിട്ടുള്ളത്? മുളക്, മുള, പ്ലാവ്, തെങ്ങ്, മാവ്, കവുങ്ങ് അല്ലേ. മുകളിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ ശിരാവിന്യാസത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 2 ടൈപ്പ് ശിരാവിന്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സമാന്തര ശിരാവിന്യാസം, അതുപോലെ തന്നെ ജാലിക ശിരാവിന്യാസം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ സമാന്തര ശിരാവിന്യാസത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് മക്കളെ? മുള, തെങ്ങ്,
കവുങ്ങ് അല്ലേ, ഇത് 3 അതിൽ ഉൾപ്പെടുന്നത്. ജാലിക സ്ഥിരാവിന്യാസത്തിൽ ഏതാണ്? മുളക്, പ്ലാവ്, മാവ് അല്ലേ, ഇത് 3 ജാലിക സ്ഥിരാവിന്യാസത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ തന്നിട്ടുള്ള പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 3, ലെറ്റ്സ് പ്രിപ്പയർ എ പോസ്റ്റർ. How beautiful our ecosystems are. What happens if they are destroyed? Prepare a poster to convey the message. It is our responsibility to protect the ecosystem. എന്താണ് മക്കളെ പ്രവർത്തനം? പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ. എത്ര മനോഹരമായ ആവാസ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ഇത് നശിച്ചു പോയാലോ? ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാം? പോസ്റ്ററിൽ ഉചിതമായിട്ടുള്ള രീതിയിൽ ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഭംഗിയാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആവാസ വ്യവസ്ഥ സംരക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ. അപ്പോൾ അതേ രീതിയിൽ മക്കൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. സേവ് എക്കോസിസ്റ്റം ആൻഡ് സേവ് അവർ നേച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കൂ. ആക്ടിവിറ്റി 4, ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ്. There are different ecosystems in our surroundings. Complete the word verb including various ecosystems. അതായത് വിവിധ ആവാസ വ്യവസ്ഥകൾ എന്നതാണ് 4ാമത്തെ പ്രവർത്തനം കേട്ടോ. നമ്മുടെ ചുറ്റുപാടും വിവിധ ആവാസ വ്യവസ്ഥകളുണ്ടല്ലോ. വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പദസൂര്യൻ പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ അല്ലേ. ഒരു എക്സാമ്പിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? കാടെന്ന് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ എന്തൊക്കെയാണ് മക്കളെ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്? വയൽ, കാവ്, കുളം ഒക്കെ മക്കൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ആക്ടിവിറ്റീസ് ഓഫ് ദി ഹ്യൂമൻ ബീയിങ്സ് ഹാം ദി എക്കോസിസ്റ്റം? പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. നോക്കിക്കുക മക്കളെ, മനുഷ്യൻ്റെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെ ശരി അടയാളം രേഖപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായി നോക്കാം അല്ലേ. നോക്കിക്കേ, എക്സസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതായത് അമിതമായ കീടനാശിനി പ്രയോഗം. അടുത്തത് പ്ലാന്റിംഗ് ട്രീസ് ഇൻ ദി സറൗണ്ടിങ്സ്, ചുറ്റുപാടും മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. അടുത്തത് ലെവലിംഗ് ഓഫ് ഫീൽഡ്സ് ആൻഡ് പോണ്ട്സ്, അതായത് വയലുകളും ജലാശയങ്ങളും നികത്തൽ. പ്രൊട്ടക്ട് റിവേഴ്സ്, പുഴകൾ സംരക്ഷിക്കൽ അല്ലേ. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലേതൊക്കെയാണ് മക്കളെ? ഫസ്റ്റ് വണ്ണും അതുപോലെ തന്നെ തേർഡ് വണ്ണും അല്ലേ. അമിതമായ കീടനാശിനി പ്രയോഗം, അതുപോലെ തന്നെ വയലുകളും ജലാശയങ്ങളും നികത്തൽ അല്ലേ. ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്. ഓക്കെ മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 5, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ലുക്ക് അറ്റ് ദി പിക്ചർ. As part of the classroom activity, Johnny drew a picture that shows different stages of the germination of pea seeds. Which part of a plant comes out first from a germinating seed? എന്താണ് മക്കളെ ചോദ്യം? നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജോണി വരച്ചിട്ടുള്ളൊരു പിക്ചറാണ്. എന്തിൻ്റെ പിക്ചറാണ്? ഒരു പയർ വിത്ത് മുളച്ച് വരുന്ന ഘട്ടങ്ങളാണ് അല്ലേ. അപ്പം നമുക്ക് ചോദിച്ച ചോദ്യം ഇതാണ്. ഒരു വിത്ത് മുളയ്ക്കുമ്പം ആദ്യം പുറത്ത് വരുന്ന ഭാഗം ഏതാണ് എന്നതാണ്. ഏതാണ് മക്കളെ? നമുക്കറിയാം അല്ലേ, ബീജമൂലാണ് വരുന്നത്. അത് പിന്നീട് വളർന്ന് എന്തായിട്ട് മാറും? വേരായിട്ട് മാറും അല്ലേ. അപ്പോൾ ആ കാര്യം കൂടി മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി റൂട്ട് സിസ്റ്റം, വെനേഷൻ ആൻഡ് ദി നമ്പർ ഓഫ് കോട്ടിലിഡൻസ് ഓഫ് ദി പ്ലാന്റ്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. അതായത് ഒരു പ്ലാന്റിൻ്റെ വേരുപടലവും അതുപോലെ തന്നെ സ്ഥിരാവിന്യാസവും അതുപോലെ തന്നെ അതിലുള്ള ബീജപത്രങ്ങളുടെ എണ്ണവും തമ്മിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണല്ലേ. ഒരു ബന്ധമുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ടേബിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളടുത്ത് പറഞ്ഞത് ഇതാണ്. ആ ഒരു ടേബിൾ തന്നിട്ടുള്ള ഡാറ്റാസൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കണ്ടെത്തൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടേബിൾ നോക്കിക്കേ. മോണോകോട്ടിലിഡൻസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലേ, അതായത് ഏക ബീജപത്രമുള്ളതിന് എന്ത് റൂട്ട് സിസ്റ്റം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാരലൽ വെനേഷൻ അല്ലേ, സമാന്തര സ്ഥിരാവിന്യാസമാണെന്നും തന്നിട്ടുണ്ട്. അടുത്ത് നോക്കിക്കേ, ഡൈകോട്ടിലിഡൻസ് ആണ് അല്ലേ, അതാണെങ്കിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും അല്ലേ, ജാലിക സ്ഥിരാവിന്യാസവും താഴ്വേര് പടലവും ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡാറ്റ വെച്ചിട്ടാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതേണ്ടത് കേട്ടോ.
അപ്പം എന്താ നമ്മൾ പറഞ്ഞത്? ഏകബീജപത്ര സസ്യമാണെങ്കിൽ നാരുവേര് പടലവും അതുപോലെ തന്നെ സമാന്തര ശിലാവിന്യാസവും ആയിരിക്കും. ദ്വിബീജപത്ര സസ്യമാണെങ്കിൽ താഴ്വേര് പടലവും അതുപോലെ തന്നെ ജാലിക ശിലാവിന്യാസവും ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ കാര്യം മക്കൾ എന്ത് ചെയ്യണം? അവിടെ എഴുതി ചേർക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ആക്ടിവിറ്റി 6 അഡാപ്റ്റേഷൻസ്. എന്താണ് മക്കളെ? അനുകൂലനം. ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ഡൗൺ ദി അഡാപ്റ്റേഷൻസ് ദാറ്റ് ഹെൽപ്പ് എ ഫിഷ് ലിവ് ഇൻ വാട്ടർ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒരു മീനിന് വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുള്ള ഒരു പിക്ചർ നോക്കിയിട്ട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് മക്കളെ? നമ്മൾ ആദ്യത്തെ പാഠഭാഗത്ത് തന്നെ വിശദമായിട്ട് പഠിക്കുന്ന കാര്യമാണ് അല്ലേ? എല്ലാവർക്കും അറിയുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ്? വെള്ളത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാനായിട്ട് അതിൻ്റെ ശരീരത്തിൻ്റെ രണ്ടറ്റവും എങ്ങനെയാണ്? കൂർത്തായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? പിന്നെയോ അതിന് ജലത്തിലൂടെ സഞ്ചരിക്കാൻ ആവശ്യമായിട്ടുള്ള ചിറകുകളുണ്ട്. പിന്നെ അതിൻ്റെ ശരീരം മക്കൾക്ക് അറിയാം അല്ലേ? ഒന്ന് പിടിച്ചു നോക്കിയാൽ തന്നെ കുറച്ച് വഴുവഴുപ്പുള്ള ശരീരമാണ് അല്ലേ? അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് ഒരു ഫിഷിൻ്റെ അഡാപ്റ്റേഷൻസ് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.